അങ്ങനെ ഞങ്ങൾ സെലൂണിലെത്തി. കുറച്ച് നേരത്തെ കറങ്ങലിന് ശേഷം ഞങ്ങൾ സെലൂണ് കണ്ടുപിടിച്ച് അവിടെ എത്തി. സെലൂണ് ഫുള്ള് ഡെക്കറേഷനാണ്. ഹാലോയിൻ തീം വെച്ചിട്ട് ഫുൾ സെലൂണ് മൊത്തം ഡെക്കറേഷനാണ്. ഫസ്റ്റ് നമുക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. കാരണം പ്രീ ബുക്കിംഗ് ആയിട്ട് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ദൂരത്തുനിന്ന് വരുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു എന്നാൽ 2 അവർ ഇവിടെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ അവിടുത്തെ സോഫയിലിരുന്നപ്പോഴാണ് ഒരു ഇത് കാണുന്നത്. ഇവിടെയുള്ള എന്തും കഴിക്കുക, പക്ഷേങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. കോഫിക്ക് കോഫി, വെള്ളത്തിന് വെള്ളം, അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ചേച്ചി അവിടെ ഇരുന്ന് വ്ളോഗ് എടുക്കുക. സ്പൈഡറിന് എമേറിന് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ എമേരനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത്, അപ്പോൾ അവൻ അവിടെ കിടന്ന് ഭയങ്കര കളിയാണ് അവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ട്. ഹായ് സുൽറ. What's your name, baby? What's your name? Yamiro? Yes. Very nice name, my love. Thank you, sir. It's a girl? Oh, no, boy, baby. It's 2 hours കട്ട പോസ്റ്റ് ബോറിങ്. ചായ എടുത്ത് ചേച്ചീൻ്റെ അടുത്തേക്ക് ഇറങ്ങി. അപ്പം അവിടുന്ന് അവരെ സർവീസും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞില്ല അവന് സ്പൈഡറിനെ പേടിയാണെന്നുള്ളത്. അപ്പം ഞാൻ അവൻ അവിടുന്ന് കുറുമ്പ് കാണിച്ചപ്പോൾ ഞാൻ സ്പൈഡറിനെ എടുത്ത്. അപ്പം പറയാം ചേച്ചി അത് അവിടെ വെക്ക് ചേച്ചി, ചേച്ചി അവിടെ പോയിരിക്കും ചേച്ചി. അങ്ങനെ അവിടെ നിന്ന് തന്നെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് എന്നോട് പറഞ്ഞ് അവിടെ ഇരിക്ക് പോയിട്ട്. ഞങ്ങളെ ഫൈറ്റ് ചേച്ചി അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്താണിത്. അപ്പം അടുത്തുള്ള ചേച്ചി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. പക്ഷെ ഇവരുടെ സർവീസ് നല്ല സർവീസാണ്. എല്ലാം ഒരു 3 hours ശേഷം എല്ലാം മുടിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ അവിടെ പേയ്മെൻ്റൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ് അങ്ങനെ സെലൂണത്തെ പരിപാടിയൊക്കെ ഇനി നേരെ യൂണിയനിൽ പോകണം. സ്റ്റുഡിയോയിൽ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യണം പോയിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്. എങ്ങനെയുണ്ട് ചേച്ചി സർവീസ്? சூப்பராக இருந்தது. எனக்கு தான் கொஞ்சம் அண்டர்ஸ்டாண்ட் ஆகலை. ஃபஸ்ட் டைம்னால எனக்கு எப்படி பண்ணுவாங்கன்னு தெரியாது. எல்லாமே இருந்திருந்தால் நான் வந்து மெனிக்யூர் கூட பண்ணியிருப்பேன். பெடிக்யூர் மட்டும் தான் பண்ண முடியுது. சரி பார்ப்போம். நல்லா ഇപ്പം ടൈം ഏകദേശം 7 o'clock ആയി. ഞങ്ങൾ റൂമിൽ നിന്ന് ഏകദേശം ഒരു 1 o'clock ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് എനിക്കതിലൊന്നും ഇഷ്ടമായില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ കണ്ടില്ല. ഞാൻ വീഡിയോ റെഫർ ചെയ്ത് പോയി അവിടെ നോക്കുമ്പോൾ ആ ഐറ്റം കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഡേ ടു ഡേയിലേക്ക് പോയി. ഡേ ടു ഡേന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അത് വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ട്. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തതിനെ കൊണ്ട് നൈറ്റ് മാർക്കറ്റൊക്കെ ഇപ്പോൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂ ആണിത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത്. ഇവിടെ നമുക്ക് അഫോർഡബിളായിട്ട് ഡ്രസ്സും ബാഗും ചപ്പൽസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ സ്റ്റാള് ഫുള്ളായിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് തോന്നി. ഇനിയും ബാക്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. Please give way to passengers alighting the train. Thank you for not blocking the train.